ചരിത്രം എക്കാലത്തും ഓർമ്മിക്കുന്ന ചില ടേണിംഗ് പോയിന്റുകളുണ്ട്. അധികാരത്തിൻ്റെ അഹങ്കാരത്തിൽ മത്തടിച്ചു നിൽക്കുന്ന ഭരണാധികാരികളുടെ നെഞ്ചിലേക്ക് ഒന്നുമില്ലാത്ത പാവപ്പെട്ട മനുഷ്യർ ഒരുമിച്ച് കയറി ചെല്ലുന്ന ചില ചരിത്ര നിമിഷങ്ങൾ. ഇന്നത്തെ ബംഗാൾ അത്തരമൊരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. ഒരു വശത്ത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളെ വിഴുങ്ങാൻ നിൽക്കുന്ന BJP സർക്കാർ, മറുവശത്ത് ഭയം നരണ്ട് സ്വന്തം ജനതയെ വഞ്ചിച്ചോടുന്ന തൃണമൂൽ കോൺഗ്രസ്. ഇതിനിടയിൽ സ്വന്തം വീടും ജീവനും നഷ്ടപ്പെട്ട് തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യർ. എന്നാൽ അവിടെ ഒരു പുതിയ ചരിത്രം രചിക്കപ്പെടുകയാണ്. മരിച്ചെന്ന് കരുതിയവരൊക്കെയും ഉയർത്തെഴുന്നേൽക്കുന്ന വലിയൊരു ജനകീയ പോരാട്ടം. അതെ, ബംഗാൾ വീണ്ടും ചുവക്കുകയാണ്. എൻ്റെ ജനിച്ച മണ്ണാണിത്. ഞങ്ങളെ എങ്ങോട്ടാണ് നിങ്ങൾ ഓടിക്കുന്നത്? ബംഗാളിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ ഇന്ന് എവിടെ ചെന്നാലും കേൾക്കുന്നത് ഈ നിലവിളികളാണ്. BJP സർക്കാരിൻ്റെ ഏറ്റവും പുതിയ ആയുധമായ SIR പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഒരു സുപ്രഭാതത്തിൽ പുറത്താക്കപ്പെട്ടത്. തലമുറകളായി ബംഗാളിൻ്റെ മണ്ണിൽ ജീവിച്ചവർ, വിയർപ്പൊഴുക്കിയവർ. പെട്ടെന്നൊരു ദിവസം അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമില്ല എന്ന്. രേഖകളില്ല എന്ന ഒറ്റ കാരണത്താൽ പാവപ്പെട്ട മനുഷ്യരെ സ്വന്തം മണ്ണിൽ നിന്ന് നാടുകടത്തുകയാണ്. ഇതുകൊണ്ട് തീർന്നില്ല BJPയുടെ ക്രൂരത. ഉത്തരേന്ത്യയിൽ മാത്രം കണ്ട് ശീലിച്ച ബുൾഡോസർ രാജ് ഇന്ന് ബംഗാളിൻ്റെ തെരുവുകളിലും എത്തിയിരിക്കുന്നു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഗ്രാമങ്ങളിലേക്ക് ഇരച്ചു കയറുന്ന വലിയ മഞ്ഞ യന്ത്രങ്ങൾ, വർഷങ്ങൾ നീണ്ട അധ്വാനം കൊണ്ട് പടുത്തുയർത്തിയ കൊച്ചു കൊച്ചു വീടുകൾ, ഉപജീവനത്തിനായി നടത്തിയിരുന്ന ചെറുകിട കടകൾ എല്ലാം നിമിഷങ്ങൾക്കകം മണ്ണോട് ചേരുകയാണ്. പൊടി പടലങ്ങൾക്കിടയിൽ നോക്കി നിന്ന് പൊട്ടിക്കരയാൻ മാത്രമേ ആ പാവങ്ങൾക്ക് കഴിയുന്നുള്ളൂ. കാരണം എതിർക്കാൻ നിന്നാൽ കാത്തിരിക്കുന്നത് പോലീസിൻ്റെ ലാത്തിയടിയും വ്യാജ കേസുകളുമാണ്. മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ വിഭജിച്ച് ഭയം വിതച്ച് ഭരിക്കുക എന്നതാണ് BJPയുടെ തന്ത്രം. ഇരകൾക്ക് വേണ്ടി സംസാരിക്കാൻ അവിടെ ആരുമില്ലെന്ന ധൈര്യമായിരുന്നു അവർക്ക്. കാരണം ജനങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ചവർ അത്രത്തോളം വലിയ വഞ്ചനയാണ് അവരോട് ചെയ്തത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയർപ്പിച്ചത് സംസ്ഥാനം ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിലായിരുന്നു. ഞങ്ങൾ BJPയെ ബംഗാളിൽ കടത്തിവിടില്ല എന്ന് വീമ്പിളക്കിയ മമതാ ബാനർജിയിൽ പാവപ്പെട്ടവർ വിശ്വസിച്ചു. എന്നാൽ 2026 ജൂൺ ആദ്യവാരത്തോടെ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകൾ ബംഗാളിലെ ജനങ്ങളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് പിളരുന്നു. ആജ് തക് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ബ്രേക്കിംഗ് ന്യൂസുകൾ നൽകി. മുഖ്യപ്രതിപക്ഷമായ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് മമതാ ബാനർജിയുടെ ഏറ്റവും വിശ്വസ്തരായ നേതാക്കൾ റിജു ദത്തയെ പോലെയുള്ളവർ പാളയം വിടുന്നു എന്ന വാർത്തകൾ ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ അനാഥരാക്കി. CBIയെയും EDയെയും കാണിച്ച് BJP നടത്തിയ പേടിപ്പിക്കലിൽ ജനങ്ങളെ മറന്ന് നേതാക്കൾ സ്വന്തം തടി രക്ഷിക്കാൻ ഓടുകയായിരുന്നു. ഇന്നലെ വരെ ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് വലിയ ഡയലോഗുകൾ അടിച്ചവർ രാത്രിയുടെ ഇരുളിൽ BJP നേതാക്കളുടെ കാല് പിടിക്കാൻ കാത്തുനിന്നു. കോടികളുടെ അഴിമതി കേസിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ തങ്ങളുടെ പാർട്ടിയെയും അണികളെയും ഒറ്റിക്കൊടുത്തു. ബംഗാളിൽ ഇനി BJPയെ ചോദ്യം ചെയ്യാൻ ആരുമില്ലെന്ന് ദില്ലിയിലെ നേതാക്കൾ ഉറപ്പിച്ചു. തൃണമൂലിൻ്റെ അവസാനത്തെ കോട്ടയും തകർന്നടിഞ്ഞു. പാവപ്പെട്ട ജനങ്ങൾ പൂർണ്ണമായും അനാഥരായി. അവർക്ക് മുന്നിൽ 2 വഴികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ BJPയുടെ ബുൾഡോസറുകൾക്ക് മുന്നിൽ കീഴടങ്ങി അഭയാർത്ഥികളായി പോവുക, അല്ലെങ്കിൽ പൊരുതി മരിക്കുക. ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ സസ്പെൻസ് ഒളിച്ചിരിക്കുന്നത്. അവിടെയാണ് ചരിത്രം വീണ്ടും വഴിമാറുന്നത്. മാധ്യമങ്ങൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, ബംഗാളിൽ ഇടതുപക്ഷം പൂർണ്ണമായും തകർന്നു, അവർക്കിനി ഒരു തിരിച്ചുവരവില്ല. തിരഞ്ഞെടുപ്പിലെ സീറ്റുകളുടെ എണ്ണം വെച്ച് മാത്രം രാഷ്ട്രീയം അളക്കുന്നവരുടെ കണക്കുകൂട്ടലുകളായിരുന്നു അത്. പക്ഷേ ജനങ്ങളുടെ ഹൃദയത്തിലെ രാഷ്ട്രീയം മറ്റൊന്നായിരുന്നു. തൃണമൂൽ നേതാക്കൾ പേടിച്ചോടിയപ്പോൾ, ബുൾഡോസറുകൾ ഗ്രാമങ്ങളെ തകർത്തെറിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് കാവലായി ഒരു കൂട്ടർ തെരുവിലേക്ക് ഓടിയെത്തി. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ വിലപേശാൻ അവരുണ്ടായിരുന്നില്ല. പക്ഷെ പാവപ്പെട്ടവൻ്റെ കണ്ണീർ വീണ മണ്ണിൽ മുറുകെ പിടിച്ച കൊടിയുമായി അവരുണ്ടായിരുന്നു. ഇടതുപക്ഷം. ഇടതുപക്ഷ പ്രവർത്തകർക്ക് നഷ്ടപ്പെടാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇലക്ഷൻ തോൽവികളോ സീറ്റില്ലായ്മയോ അവരെ ബാധിച്ചില്ല. കാരണം അവരുടെ രാഷ്ട്രീയം മനുഷ്യൻ്റെ ജീവന് വേണ്ടിയുള്ളതായിരുന്നു. വീട് നഷ്ടപ്പെട്ടവരെ അവർ നെഞ്ചോട് ചേർത്തു. SIR പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർക്ക് വേണ്ടി അവർ നിയമ പോരാട്ടങ്ങൾ ആരംഭിച്ചു. പോലീസിൻ്റെ ലാത്തിയടികൾക്ക് മുന്നിൽ അവർ ഒരു ചുവട് പോലും പിന്നോട്ട് പോയില്ല. ഞങ്ങളെ കൊന്നിട്ടേ നിങ്ങൾക്കിനി ഒരു വീട് കൂടി തകർക്കാൻ കഴിയൂ എന്ന് പ്രഖ്യാപിച്ച് സഖാക്കൾ ബുൾഡോസറുകൾക്ക് മുന്നിൽ മനുഷ്യച്ചങ്ങല തീർത്തു. അവർ ചോരയൊലിപ്പിച്ച് തെരുവിൽ വീണപ്പോഴും ആ ചെങ്കൊടി താഴെ വച്ചില്ല.
അധികാരം ഉപയോഗിച്ച് നിങ്ങൾക്ക് നേതാക്കളെ വിലക്കെടുക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ ഈ ജനതയുടെ പോരാട്ട വീരത്തെ വിലക്കെടുക്കാൻ അദാനിയുടെയും അംബാനിയുടെയും പണം പോരാതെ വരും. തെരുവുകളിൽ ഇടതുപക്ഷ നേതാക്കളുടെ ശബ്ദം ഉയർന്നു കേട്ടു. കേരളം കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ സംഘപരിവാറിനെ ഗ്രൗണ്ടിൽ നേരിട്ട് പ്രതിരോധിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം ബംഗാൾ മാത്രമാണ്. BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ ബംഗാളിലെ ഇടതുപക്ഷം ചെയ്യുന്നത് എന്താണെന്നോ? അവർ മനുഷ്യരെ ഒന്നിപ്പിക്കുകയാണ്. BJPയുടെ ഏറ്റവും വലിയ ആയുധം വർഗീയതയാണ്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിച്ച് അധികാരം നിലനിർത്തുക. എന്നാൽ ബംഗാളിലെ തെരുവുകളിൽ ഇന്ന് കാണുന്ന കാഴ്ച BJPയുടെ ഉറക്കം കെടുത്തുന്നതാണ്. നീതി നിഷേധിക്കപ്പെട്ട ജനങ്ങൾ അവിടെ ഇടതുപക്ഷത്തിനൊപ്പം ഒന്നിച്ചണിനിരക്കുകയാണ്. അതിൽ ബുൾഡോസറിനിരയായ മുസ്ലിങ്ങളുണ്ട്, ഭരണകൂട ഭീകരതയിൽ പൊറുതിമുട്ടിയ ഹിന്ദുക്കളുണ്ട്. അവർക്കറിയാം അവരുടെ പ്രശ്നം അമ്പലവും പള്ളിയുമല്ല, മറിച്ച് കിടക്കാനൊരിടവും കഴിക്കാൻ അല്പം ഭക്ഷണവുമാണെന്ന്. ഈ ഒരു വലിയ തിരിച്ചറിവിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ വിജയം. ലക്ഷക്കണക്കിന് വരുന്ന ഒരു വലിയ മതേതര ജനക്കൂട്ടത്തെ തെരുവിലിറക്കി പ്രതിരോധം തീർക്കാൻ ബംഗാളിലെ ഇടതുപക്ഷത്തിന് ഇന്ന് കഴിയുന്നു. ഏതൊരു വലിയ മുന്നേറ്റത്തിനും ജനങ്ങളെ ആവേശത്തിലാക്കുന്ന, അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു മുഖം ആവശ്യമാണ്. ഇന്നലെ വരെ അവർ വിശ്വസിച്ചിരുന്നത് മമതാ ബാനർജി ആയിരുന്നു. എന്നാൽ അവർ വഞ്ചിച്ചതോടെ ജനങ്ങൾക്ക് പുതിയൊരു നാഥ വേണമായിരുന്നു. അവിടെയാണ് ബംഗാളിൻ്റെ തെരുവുകളിൽ നിന്ന് ഒരു പുതിയ പെൺകരുത്ത് ഉദിച്ചുയർന്നത്. അവൾ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന നേതാവല്ല, AC കാറുകളിൽ യാത്ര ചെയ്യുന്നവളുമല്ല. പൊടി പിടിച്ച വഴികളിലൂടെ, ചെളി നിറഞ്ഞ പാടങ്ങളിലൂടെ സാധാരണക്കാരിൽ സാധാരണക്കാരിയായി നടന്നു നീങ്ങുന്നവർ. ഇന്ന് ബംഗാളിലെ ജനങ്ങൾക്ക് മമതാ ബാനർജിയേക്കാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു കരുത്തുറ്റ വനിതാ നേതാവുണ്ട്, മീനാക്ഷി മുഖർജി. അവൾ ചെന്നെത്തുന്ന ഇടത്തെല്ലാം ആൾക്കൂട്ടം കടൽ പോലെയാണ് പരന്നൊഴുകുന്നത്. ഇത് ബിരിയാണി കൊടുത്തോ പണം കൊടുത്തോ കൊണ്ടുവരുന്ന ആളുകളല്ല, തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ശബ്ദമുണ്ടല്ലോ എന്ന ആശ്വാസത്തിൽ ഓടിയെത്തുന്നവരാണ്. DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയായ മീനാക്ഷി ഇന്ന് ബംഗാൾ യുവത്വത്തിൻ്റെ സിരകളിലെ തീയാണ്. അവൾ മയക്കെടുത്താൽ പോലീസുകാർ പോലും ഒന്ന് ശ്രദ്ധിക്കും. കാരണം അവളുടെ വാക്കുകൾക്ക് അത്രത്തോളം മൂർച്ചയുണ്ട്. ഇത് ഞങ്ങളുടെ മണ്ണാണ്, ജനിച്ചതും വളർന്നതും അധ്വാനിച്ചതും ഈ മണ്ണിലാണ്. നിങ്ങളുടെ കടലാസുകളിൽ ഞങ്ങളുടെ പേരില്ലെന്ന് കരുതി ഞങ്ങളെ പുറത്താക്കാമെന്ന് ഏത് ദില്ലി രാജാവ് വിചാരിച്ചാലും അത് ഈ ബംഗാളിൽ നടപ്പില്ല. നിങ്ങളുടെ ബുൾഡോസറുകൾക്ക് ഞങ്ങളുടെ ഇഷ്ടികകൾ തകർക്കാം, പക്ഷേ ഞങ്ങളുടെ ഐക്യത്തെ തകർക്കാൻ ലോകത്തൊരു സംഘപരിവാറിനും കഴിയില്ല. മീനാക്ഷിയുടെ ഈ ഡയലോഗുകൾ ഇന്ന് ബംഗാളിലെ ഓരോ തെരുവുകളിലും അലയടിക്കുകയാണ്. ഭയന്നുപോയ ഒരു ജനതയ്ക്ക് മീനാക്ഷി വെറുമൊരു രാഷ്ട്രീയ നേതാവല്ല, അവരെ സംരക്ഷിക്കാൻ വന്ന അവരുടെ സ്വന്തം മകളാണ്, സഹോദരിയാണ്. അവളുടെ ഒരു വിളിക്ക് ഉത്തരം നൽകാൻ ലക്ഷക്കണക്കിന് യുവാക്കളാണ് ഇന്ന് ബംഗാളിൽ തയ്യാറായി നിൽക്കുന്നത്. ബംഗാൾ മാറി മറിയുകയാണ്. ഭയത്തിൻ്റെ നാളുകൾ അവസാനിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് ഒരു ഓർമ്മയായി മാറുകയും BJPയുടെ വർഗീയ രാഷ്ട്രീയം ജനങ്ങൾ തിരിച്ചറിയുകയും ചെയ്തതോടെ ബംഗാളിൻ്റെ യഥാർത്ഥ അവകാശികൾ തിരികെ വരികയാണ്. ഇടതുപക്ഷം ഇന്ന് വെറുമൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, അതൊരു അതിജീവനത്തിൻ്റെ പേരാണ്. വലിയ പണച്ചാക്കുകളോ മീഡിയ സപ്പോർട്ടോ അവർക്കില്ലായിരിക്കാം, പക്ഷേ അവരുടെ കൂടെ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുണ്ട്, കർഷകരുണ്ട്, തൊഴിലാളികളുണ്ട്, അടിച്ചമർത്തപ്പെടുന്ന ന്യൂനപക്ഷങ്ങളുണ്ട്. തെരുവുകളിൽ ഇപ്പോഴും പോരാട്ടം തുടരുകയാണ്. നിരന്തരമായ സമരങ്ങളും ലക്ഷങ്ങൾ അണിനിരക്കുന്ന മഹാറാലികളും കൊണ്ട് ഇടതുപക്ഷം ബംഗാളിനെ വീണ്ടും ഉണർത്തുന്നു. അതെ, ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയുള്ള താൽക്കാലിക നാടകമല്ല, ഇതൊരു ജനതയുടെ ജീവൻ മരണ പോരാട്ടമാണ്. എത്രയൊക്കെ അടിച്ചമർത്താൻ നോക്കിയാലും, എത്രയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ചാരം മൂടിയ കനലുകൾ വീണ്ടും ആളിക്കത്തുക തന്നെ ചെയ്യും. കാരണം സത്യത്തിനും നീതിക്കും വേണ്ടി ഉയരുന്ന ശബ്ദങ്ങളെ ഒരു ബുൾഡോസറുകൾക്കും ഇടിച്ചു നിരത്താൻ കഴിയില്ല. ബംഗാളിൻ്റെ ആകാശത്ത് ആ പഴയ ചെങ്കൊടി വീണ്ടും പാറിക്കളിക്കുന്നുണ്ട്, വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിൻ്റെ സൂചനയായി.